വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ LDF കോഴ നൽകി 50 ലക്ഷം രൂപ നൽകി സീറ്റ് വാഗ്ദാനം ചെയ്തു എന്ന തരത്തിലുള്ള ഓഡിയോ സംഭാഷണത്തെ തീർത്തും അത് കുപ്രചരണമാണ്. അത്തരത്തിലൊരു ഏതെങ്കിലും വർഗീയ മുന്നണിയുടെ കൂടെ കൂട്ടി 4 വോട്ട് ലഭിക്കുന്നതിനോ 2 സീറ്റ് ലഭിക്കുന്നതിനോ ഏതെങ്കിലും ഒരു നിലപാട് CPM അന്നും ഇന്നും എന്നും സ്വീകരിച്ചിട്ടില്ല. ആ നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. മറ്റത്തൂരിൽ കോൺഗ്രസിന് സംഭവിച്ച ആ അപമാനം മറയ്ക്കാൻ വേണ്ടിയുള്ള ഓരോ പൊയ്വെടികളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള കുപ്രചരണങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്ന് പറഞ്ഞ് അക്കാര്യത്തിലൊരു വ്യക്തത വരുത്തുകയായിരുന്നു CPM തൃശൂർ ജില്ലാ സെക്രട്ടറി. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലുള്ളൊരു ആരോപണം CPMനെതിരെ LDFനെതിരെ വരുന്നത്. തൃശൂർ വടക്കാഞ്ചേരിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 50 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു എന്നതായിരുന്നു ഒരു ഓഡിയോ സന്ദേശം പുറത്തേക്ക് വന്ന ഓഡിയോ സന്ദേശത്തിൽ പറഞ്ഞത്. പക്ഷേ അടിസ്ഥാനരഹിതമായ കാര്യമാണ്. അത്തരത്തിൽ ഒരു കുറുമുന്നണിയോ കൂട്ടുകെട്ടോ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ അവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കാര്യം ഒരു കാലത്തും CPM ചെയ്തിട്ടുമില്ല, ഇനി ചെയ്യുകയുമില്ല. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസ് ഉണ്ടാക്കിവിട്ട പടച്ചുവിട്ട കുപ്രചരണം മാത്രമാണ്. തീർത്തും അടിസ്ഥാനരഹിതമായ ആരോപണം. ഏതെങ്കിലും ഒരാളെ ചാക്കിട്ട് പിടിക്കേണ്ട ഗതികേടിലല്ല CPM ഉള്ളത്. തോൽവി അത് കൃത്യമായി തോറ്റ പല സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ തോൽക്കുമെന്ന് ഭയന്ന് ഏതെങ്കിലും വർഗീയ മുന്നണിയുടെ കൂട്ടുകൂടി അവിടെ പാർട്ടിയെ ജയിപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യവും CPMന് അന്നും ഇന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നുണ്ട് പാർട്ടി തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി PS സാരംഗ് കൂടി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സാരംഗ് കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാണ് കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിലെ. ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു ആരോപണം, കടുത്ത രീതിയിലേക്ക് ഒരു ആരോപണം CPMനെതിരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള ഒരു ആരോപണം ഉയർന്നു വരുന്നത്. അതായത് വടക്കാഞ്ചേരിയിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ആക്കാം എന്ന പേരിൽ ലീഗ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചുവെന്നും അതുപോലെ തന്നെ ലീഗ് സ്ഥാനാർത്ഥിക്ക് ഒരു ഓഫർ മുന്നോട്ട് വെച്ചുവെന്നും അതിന്റെ ഭാഗമായിട്ട് 50 ലക്ഷം ഈ ഇടതുപക്ഷം അല്ലെങ്കിൽ CPIM നൽകാം എന്നായിരുന്നു ഒരു ആരോപണം ഉയർന്നു വന്നത്. ഇത് സംബന്ധിച്ച് ഈ ജാഫർ എന്ന അംഗവും, അതായത് ലീഗിന്റെ അംഗവും അതുപോലെ തന്നെ അവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും കൂടി സംസാരിക്കുന്നതിന്റെ ഒരു ഓഡിയോ ദൃശ്യമാണ് രാവിലെ അടക്കം മാധ്യമങ്ങളിൽ സജീവമായിട്ട് ചർച്ചയായി നിലനിന്നിരുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ ശക്തമായ രീതിയിലുള്ള പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അതായത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഏതെങ്കിലും തരത്തിൽ BJPയുടെയോ SDPIയുടെയോ പിന്തുണയോടെ ഒരിടത്തും ജില്ലയിലും അതുപോലെ തന്നെ സംസ്ഥാനത്തും ഇടതുപക്ഷത്തിന് വിജയിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു പിന്തുണ ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഈ 50 ലക്ഷം ഓഫർ ചെയ്തു എന്നുള്ള കാര്യവും അടിസ്ഥാനരഹിതമാണ്. ഇതെല്ലാം വ്യക്തമായി പരിശോധിക്കപ്പെടേണ്ട കാര്യം കൂടിയാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് വലിയ അവമതിപ്പാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം BJP സഖ്യവുമായി ഉണ്ടായിരുന്ന സഖ്യം, അതുപോലെ തന്നെ ചൊവ്വന്നൂരിലും മറ്റത്തൂരിലും ഉണ്ടായിട്ടുള്ള BJP സഖ്യം കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇതിൽ നിന്നെല്ലാം കോൺഗ്രസിന്റെ പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുപ്രചരണങ്ങൾ മാത്രമാണ് നിലവിൽ ഇപ്പോൾ നടക്കുന്നത്. അത്തരത്തിൽ ഒരു കുപ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വടക്കാഞ്ചേരിയിലെ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ LDFനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെ ഈ കോൺഗ്രസ് ബന്ധിപ്പിക്കുന്നത് എന്നാണ് CPIM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. കാരണം CPMനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ആവശ്യമില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഓഫർ വയ്ക്കതിന്റെ കാര്യമില്ല. അതായത് പലയിടത്ത് ഇത്തരത്തിൽ LDF പഞ്ചായത്തുകളിലാണെങ്കിലും നഗരസഭകളിലാണെങ്കിലും പലയിടത്തും തോൽക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും ആ തോൽവിക്ക് പോലും ആ ഒരു ജയമുണ്ട്. കാരണം ഒരു വർഗീയ കക്ഷികളുടെ വോട്ട് തേടി വിജയിക്കുന്നതിനേക്കാൾ ഉപരി അവിടെ തോൽക്കുന്നത് തന്നെയാണെന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. എന്തെങ്കിലും ഈ കാര്യത്തിൽ ശക്തമായ നടപടികളിലേക്ക് തന്നെ CPM ജില്ലാ കമ്മിറ്റി നീങ്ങും എന്ന് തന്നെയാണ് അറിയുന്നത്. കാരണം ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു കുപ്രചരണമാണ് നടത്തിയിട്ടുള്ളത്. അതായത് കേവലം നിസ്സാര തുകയല്ല, 50 ലക്ഷമാണ് ഇത്തരത്തിൽ ഈ പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്നും അങ്ങനെ ഒരു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. ഒരുപക്ഷെ നിയമ നടപടികളിലേക്ക് ഉൾപ്പെടെ കടക്കും. ഇനി രണ്ടാമതായിട്ട് തെളിയേണ്ടത്, അതായത് ഈ ഫോൺ സംഭാഷണത്തിൽ എവിടെയും CPMനെ കുറിച്ച് പരാമർശിക്കുന്നില്ല. ഇത്തരത്തിലൊരു ഓഫർ വെച്ചെങ്കിൽ ആ ഓഫർ ആരാണ് വെച്ചത്, അല്ലെങ്കിൽ ആരാണ് ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതെന്നോ ഈ റഷീദ് ഒരിക്കലും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എങ്കിൽ കോൺഗ്രസിനെ അടക്കം പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഈ കാര്യങ്ങളിൽ ഉൾപ്പെടെ ഒരു വിശദീകരണം നടത്താനോ അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ തെളിയിക്കാനോ കോൺഗ്രസിന് സാധിക്കുമോ എന്നുള്ള കാര്യം കൂടി ഈ KV അബ്ദുൽ ഖാദർ ചോദിക്കുന്നുണ്ട്. വിനീഷ.